ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ പുതിയൊരു ഉദ്യമം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് അതുപോലല്ല, 500 ക്വസ്റ്റ്യൻസ് ഡെയിലി 25 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് 500 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഡെയിലി 25 ക്വസ്റ്റ്യൻ ആകുമ്പോൾ 500 ക്വസ്റ്റ്യൻ ആവാൻ മൊത്തം 20 ഡേയ്സ് എടുക്കും അല്ലേ. മാക്സിമം എൻ്റെ എഫർട്ട് എടുത്തിട്ട് ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. കാരണം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം എന്താണെന്ന് അറിഞ്ഞു പഠിച്ചിട്ടേ നിങ്ങൾക്ക് അടുത്ത വരുന്ന ക്വസ്റ്റ്യൻസിന് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് മോക്ക് ടെസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നമ്മുടെ ഇംഗ്ലീഷ് മോക്ക് ടെസ്റ്റ് എന്ന പ്ലേലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ അതുവഴി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളും കൂടെ ആദ്യം ഒരു മോക്ക് ടെസ്റ്റും കൂടി എക്സ്ട്രാ ചെയ്യുമ്പോൾ ദിവസം നിങ്ങൾക്ക് ഒരു 50 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചെയ്തു പോവാം. അപ്പോൾ എക്സാം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷിനുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ടും പറ്റും. ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് നമുക്ക് തീർച്ചയായിട്ടും 10ന് ഒരു 8 മാർക്കെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടും. പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ മോക്ക് ടെസ്റ്റ് PC ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ടിൽ കൂടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മലയാളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്. അവിടെ പോയി നമ്മൾ ഡെയിലി മലയാളം മോക്ക് ടെസ്റ്റുകൾ കണ്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ ഇംഗ്ലീഷ് ഇപ്പം തന്നെ ഒത്തിരി ഇൻട്രൊഡക്ഷൻ ആയില്ലേ, സാരമില്ല, ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ആയതുകൊണ്ടാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കാം. I don't mind going dash car but I don't want to go dash your car. ഏതാണ്? I don't mind going dash car but I don't want to go dash your car. തന്നിരിക്കുമ്പോൾ മനസ്സിലാവും പ്രിപ്പോസിഷൻ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ കാറ് ബസ്സൊക്കെ പറയുമ്പോൾ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ബൈ ആണ് യൂസ് ചെയ്യുന്നത്. ബൈ കാർ എന്ന് പറയും. ഐ ഡോണ്ട് മൈൻഡ് ഗോയിങ് ബൈ കാർ ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ. ആരുടെ? നിന്റെ കാറിലെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ എന്ത് വരും ആൻസർ? ഓപ്ഷൻ സി ആണ് വരുന്നത്. ബൈ ഇൻ ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അഥവാ ഐ ഡോണ്ട് മൈൻഡ് ഗോയിങ് ബൈ കാർ ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഇൻ യുവർ കാർ. നിന്റെ കാറിൽ വരേണ്ടതില്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അവിടെ ഇൻ പ്രിപ്പോസിഷൻ യൂസ് ചെയ്തത്. ദ അന്റോണിം ഓഫ് നോളജ്. ഈ അന്റോണിമും സിനോണിമും ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഒരൊറ്റ കാര്യം ചിന്തിക്കുക, ഏകദേശം അതേ മീനിങ് ഉള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ദ അന്റോണിം ഓഫ് നോളജ്. നോളജ് എന്ന് പറയുമ്പോൾ വിവരമാണല്ലേ. ഇപ്പൊ വിവരം എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? വിവരമില്ലായ്മയാണ്. ദാറ്റ് ഈസ് അജ്ഞത. ദാറ്റ് ഈസ് ഇവിടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ ആണ്. എന്ത്? ഇഗ്നോറൻസ് ആണ്. ഇഗ്നോറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ could not help dash tears. She could not help dash tears. ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇവിടെ ഹെൽപ്പ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഷീ കുഡ് നോട്ട് ഹെൽപ്പ്, നമ്മൾ പറയും എനിക്ക് അവളെ എന്താണ് അവളെ കരച്ചിൽ മാറ്റാനായിട്ട് അല്ലെങ്കിൽ അവളെ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഹെൽപ്പിന് ശേഷം വരുന്നത് എപ്പോഴും ING ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും. സോ ഇവിടെ എന്ത് വരും? ഓപ്ഷൻ ഡി വരും. ഷെഡിങ് ആണ്. ഓക്കെ, ഷീ കുഡ് നോട്ട് ഹെൽപ്പ് ഷെഡിങ് ടിയേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിവോട്ട് മോർ അറ്റൻഷൻ ടു ഡാഷ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് ആണെന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കുക. അപ്പൊ ഇവിടെ എന്താണ്? ഒരു കൺസ്യൂമറിനെ അല്ല പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചേർക്കും? ഓപ്ഷൻ സി ആണ്. എന്താണ്? ദ ആണ് വരുന്നത്. ഡിവോട്ട് മോർ അറ്റൻഷൻ ടു ദ കസ്റ്റമേഴ്സ്. Then these photographs were taken dash a very good camera. ഒരു വെരി ഗുഡ് ക്യാമറ വെച്ചിട്ടാണ് ഈ ഫോട്ടോഗ്രാഫ്സ് എടുത്തത്. അപ്പൊ നമ്മൾ അവിടെ ഏത് പ്രിപ്പോസിഷൻ ചേർക്കും? ചിന്തിച്ച് നോക്കുക, ഏത് പ്രിപ്പോസിഷൻ ചേർക്കും? ആൻസർ വരുന്നത് വിത്ത് ആണ്. എ വെരി ഗുഡ് ക്യാമറയുടെ മുന്നിൽ നമ്മൾ എന്ത് ചേർക്കും? വേർ ടേക്കൺ വിത്ത് എ വെരി ഗുഡ് ക്യാമറ എന്ന് ചേർക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇംപ്രോവിഡന്റ് മീൻസ്. ഇംപ്രോവിഡന്റ് എന്താണ്? ഇംപ്രോവിഡന്റ് ഓക്കെ, ഇംപ്രോവിഡന്റ് എന്നാൽ നോട്ട് ലുക്കിംഗ് ടു ഫ്യൂച്ചർ നീഡ്സ്. അഥവാ എന്ത് നമ്മൾ പറയും?
ഇംപ്രോവിഡന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നോട്ട് ലുക്കിംഗ് ടു ഫ്യൂച്ചർ നീഡ്സ്, അതായത് ഭാവിയെ കുറിച്ച് ഒന്നും ചിന്തയില്ലാതെ പിന്നെ ചെലവഴിക്കുന്ന ഒത്തിരി ആൾക്കാരെ നമുക്കറിയാം. അപ്പൊ ആ ഒരു രീതിയിലാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഇംപ്രോവിഡന്റ് എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. നോട്ട് ലുക്കിംഗ് ടു ഫ്യൂച്ചർ നീഡ്സ്. Next question, that was the dash question in the paper. That was the options കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇവിടെ നമ്മൾ ഏത് ഡിഗ്രി ചേർക്കണം എന്നാണ്. അപ്പം നമ്മൾ നോക്കുക, ബ്രാക്കറ്റിന് മുന്നേ ദ വന്നിട്ടുണ്ട്. ദ വന്നിട്ടുണ്ടെങ്കിൽ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഡിഫിക്കൽട്ട് വരുമ്പോൾ അവിടുത്തെ ഡിഫിക്കൽട്ട്, മോർ ഡിഫിക്കൽട്ട്, മോസ്റ്റ് ഡിഫിക്കൽട്ട് ആണ് അവിടുത്തെ സൂപ്പർലേറ്റീവ് ഡിഗ്രി. സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. എന്ത് വരും? മോസ്റ്റ് ഡിഫിക്കൽട്ട്. ദാറ്റ് വാസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഇൻ ദ പേപ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫിക്കേഷ്യസ് മീൻസ് വാട്ട്? എഫിക്കേഷ്യസ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പിന്നെ റിസൾട്ട്, അതായത് നമ്മൾ നിശ്ചയിച്ച റിസൾട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും എഫിക്കേഷ്യസ് എന്ന് പറയും. ദാറ്റ് ഈസ് പ്രൊഡ്യൂസിങ് ദ ഡിസൈഡ് റിസൾട്ട്. എന്താണ്? പ്രൊഡ്യൂസിങ് ദ ഡിസൈഡ് റിസൾട്ട് ആണ് എഫിക്കേഷ്യസ് എന്നതിന്റെ മീനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, there are some difference dash British American. എന്താണ്? ഒന്നും കൂടെ പറയാം ക്വസ്റ്റ്യൻ. there are some difference dash ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ഇംഗ്ലീഷ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് സംഭവങ്ങളെ തമ്മിലാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ എന്ത് പറയും? ഓപ്ഷൻ ഡി ആണ്, ബിറ്റ്വീൻ. ദർ ആർ സം ഡിഫറൻസസ് ബിറ്റ്വീൻ ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ഇംഗ്ലീഷ്. They were not aware of his magnanimous act. Select the word which conveys almost the same meaning as italicized word. ഇറ്റലൈസിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു വേർഡ് ഉണ്ടല്ലോ, ഏത്? മാഗ്നാനിമസ് എന്നതിന്റെ മലയാളം. മാഗ്നാനിമസ് എന്ന് വെച്ചാൽ അതിന്റെ മലയാളം എന്താണ്? ഉദാര മനസ്കത എന്നാണ്. ഉദാര മനസ്കത എന്ന് പറയുമ്പോൾ എല്ലാം സഹായിക്കുന്ന നല്ല സ്വഭാവമുള്ള ആൾക്കാരെ നമ്മൾ മാഗ്നാനിമസ് എന്ന് പറയും. അപ്പൊ അതിന്റെ എന്ത് സിനോണിം ആണ് വേണ്ടത്? ഓക്കെ, സിനോണിം. ആൻസർ ഓപ്ഷൻ എ ആണ്. എന്താണ്? ജനറസ് ആണ്. ജനറസ് ആണ് മാഗ്നാനിമസ് അഥവാ ഉദാര മനസ്കൻ എന്നർത്ഥം. Although he was tired, he dash working. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ വന്നിരിക്കുന്നത് ഓൾദോ ആണ്. ഓൾദോ വെച്ച് കാണിച്ചിട്ടുണ്ട് ഹി വാസ് ടയേർഡ്, അതായത് പാസ്റ്റിലായിരിക്കണം രണ്ട് ക്ലോസും എന്ത് ചെയ്യേണ്ടത്? ഓൾദോ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ഹി വാസ് ടയേർഡ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് തന്നെ കൊടുത്തേക്കണം. ഏതിൽ തന്നെ? പാസ്റ്റിൽ തന്നെ കൊടുക്കണം. സോ ഇവിടെ ഏത് വരും? ഓപ്ഷൻ സി വരും. went on working വരും. എന്ത് വരും? ആൻസർ വരുന്നത് went on working ആണ്. although he was tired, he went on working. What did you have for dash breakfast? What did you have for dash breakfast? എന്താണ് യൂസ് ചെയ്യുന്നത്? ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യത്തില്ല? പ്രത്യേകിച്ച് ആർട്ടിക്കിൾസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഓപ്ഷൻ ഡി, നോ വേർഡ് ഈസ് നെസസറി. വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മാത്രം മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് മാസ്ക്. മാസ്കിന്റെ ഓപ്പോസിറ്റ്. നമ്മൾ സാധാരണ ഇപ്പോൾ മാസ്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ലിപ്പ് അതുപോലെ തന്നെ നമ്മുടെ വായ് മൂടിക്കെട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തുറന്നു കാണിക്കുക എന്നുള്ള അർത്ഥത്തിൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, എക്സ്പോസ് ആണ്. എന്താണ്? എക്സ്പോസ് ആണ് ആൻസർ. എക്സ്പോസ്. മാസ്ക് ഓപ്പോസിറ്റ് എക്സ്പോസ്. യൂസ് ദ പ്രോപ്പർ ഫോം ഓഫ് ദ വേർഡ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. കൃഷ്ണ ഷോസ് ഗ്രേറ്റ് ഡാഷ് ഇൻ ഹിസ് വർക്ക്. എന്താണ്? സിൻസിയർ എന്നാണ് തന്നിരിക്കുന്നത് ബ്രാക്കറ്റിൽ. ഇതിനകത്ത് ഇവിടെ എന്താണ് ചേർക്കേണ്ടത്? എന്താണ്? ഗ്രേറ്റ് സിൻസിയാരിറ്റി ആണ്. സിൻസിയാരിറ്റി, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. സിൻസിയാരിറ്റി ഇൻ ഹിസ് വർക്ക് ആണ്. നെക്സ്റ്റ്, choose the one which best expresses the meaning of the word advance. Advance എന്ന മീനിങ് വരുന്ന ഇതിനകത്ത് ഏതാണ് വരാനുള്ളത്? ഏത് വരാനുള്ള ചാൻസ് ഉണ്ട് അഡ്വാൻസ് എന്നുള്ള മീനിങ്ങിൽ? ഓപ്ഷൻ എ വരാം. എന്ത് വരാം? പ്രോഗ്രസ്. അഡ്വാൻസ്, പ്രോഗ്രസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിൻസ് വി ബോട്ട് എ കാറ്റ് ടു ദ ഹൗസ്,
ഓൾ ദ ഡാഷ് ഹാവ് ഡിസപ്പിയർഡ്. എന്താണ്, നമ്മൾ വീട്ടിലൊരു ക്യാറ്റിനെ വാങ്ങിച്ചത് മുതൽ എന്ത് സംഭവിച്ചു? ആരാണ് ഡിസപ്പിയർ ആയത്? മൗസ് ആണ്. എന്ത്? എലികളാണ്. അവിടെ പ്ലൂറൽ ഫോം ആണ് യൂസ് ചെയ്യുന്നത്. മൗസിന്റെ പ്ലൂറൽ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, മൈസ് ആണ്. അപ്പൊ ആൻസർ അവിടെ എന്ത് വരും? മൈസ് ഹാവ് ഡിസപ്പിയർഡ് എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ വാണ്ടഡ് ടു ലെൻഡ് രാജീവ് സം മണി ബട്ട് ഐ ഹാഡ്ന്റ് ഗോട്ട് ഡാഷ്. ഐ വാണ്ടഡ് ടു ലെൻഡ് രാജീവ് സം മണി. രാജീവിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടമെടുക്കേണ്ട ആവശ്യമുണ്ട്. ബട്ട് ഐ ഹാഡ്ന്റ് ഗോട്ട് ഡാഷ്. പക്ഷെ എനിക്കൊന്നും കിട്ടത്തില്ല. അപ്പൊ ആൻസർ എന്ത് വരും? ആൻസർ ഓപ്ഷൻ എ ആണ്, എനി ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ബട്ട് ഐ ഹാഡ്ന്റ് ഗോട്ട് എനി. നെക്സ്റ്റ്, എ ചൈൽഡ് ഓഫ് അൺയൂഷ്വൽ ഓർ റിമാർക്കബിൾ ടാലന്റ്. ഒരു അത്ഭുതപ്പെടുത്തുന്ന എന്താണ്, ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രയ്ക്കും ബുദ്ധി ഉണ്ടെങ്കിൽ, ബുദ്ധിശാലിയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രൊഡിജി ആണ്. എന്ത്? ചൈൽഡ് ഓഫ് അൺയൂഷ്വൽ ഓർ റിമാർക്കബിൾ ടാലന്റ് ഉള്ള ഒരു കുട്ടിയെ വിളിക്കുന്നത് എന്ത് വിളിക്കും? ബുദ്ധിശാലി എന്ന് വിളിക്കും, പ്രൊഡിജി. നെക്സ്റ്റ്, വിച്ച് ഈസ് മോസ്റ്റ് നിയർലി സിമിലർ ഇൻ മീനിങ് ആസ് ദ വേർഡ് ഡിഫറൻസ്. ഡിഫറൻസിന്റെ മീനിങ് വരുന്നത്, ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? വ്യത്യസ്തം, വ്യത്യാസം എന്നൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? ആൻസർ ഓപ്ഷൻ സി ആണ്, വേരിയേഷൻ ആണ്. എന്താണ്? ഡിഫറൻസിന്റെ സെയിം മീനിങ് വരുന്നത് വേരിയേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് മോസ്റ്റ് നിയർലി ഓപ്പോസിറ്റ് ഇൻ മീനിങ് ആസ് ദ വേർഡ് എൻഡവർ. എൻഡവർ എന്ന് വെച്ചാൽ എന്താണ്? എൻഡവർ ഉത്സാഹപ്പെടുക, ത്വരിതപ്പെടുത്തുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് പുറപ്പെടുക എന്നൊക്കെയുള്ള അർത്ഥമാണ് എൻഡവറിന് വരുന്നത്. അപ്പൊ എൻഡവറിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അങ്ങനെ നമ്മളെല്ലാം ചെയ്ത പ്രവൃത്തിയെ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തില് നമുക്കവിടെ എൻഡവറിന്റെ ഓപ്പോസിറ്റ് എന്തെടുക്കാം? ഓപ്ഷൻ എ എടുക്കാം. എന്താണ്? അബണ്ടൻ ആണ്, അബണ്ടൻ. വിച്ച് ഈസ് മോസ്റ്റ് നിയർലി ഓപ്പോസിറ്റ് ഇൻ മീനിങ് ആസ് ദ വേർഡ് എൻഡവർ. എന്താണ്? അബണ്ടൻ, ഉപേക്ഷിക്കുക. The injured passenger dashed profusely before the ambulance arrived. അപ്പൊ അവിടെ നമ്മൾ ബ്ലഡ് എന്നുള്ളതിന്റെ ബ്ലീഡിങ് ആണ് ഉണ്ടായത് ഇൻജേർഡ് പാസഞ്ചറിന്, അല്ലെ? അപ്പൊ ബ്ലീഡിന്റെ പാസ്റ്റ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം എന്താണ്? ഓൾറെഡി എന്ത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. സോ നമ്മൾ പാസ്റ്റ് ഫോം എടുക്കണം. അപ്പൊ ബ്ലീഡിന്റെ V2 ഫോം ഏതാണ്? ബ്ലീഡിന്റെ V2 ഫോം ബ്ലഡ് ആണ്, BLED, ബ്ലഡ്. സോ ഓപ്ഷൻ ഡി വരും, ബ്ലഡ്. ദ ഇൻജേർഡ് പാസഞ്ചർ ബ്ലഡ് പ്രൊഫ്യൂസ്ലി ബിഫോർ ദ ആംബുലൻസ് അറൈവ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈസ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ഗോയിങ് അപ്പ് ഓൺ. എന്താണ്? ഡാഷ് ഒക്ടോബർ. എപ്പോ വരും? തന്നിരിക്കുന്ന പ്രിപ്പോസിഷനിൽ ഏത് ചേർക്കാം? ദ പ്രൈസ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ഗോയിങ് അപ്പ് ഡാഷ് ഒക്ടോബർ. ഒക്ടോബറിലെ ആണ്, അതായത് ഒക്ടോബറിലെ മൊത്തത്തിലുള്ള ദിവസങ്ങളിലും ആണ്. സോ നമ്മളിവിടെ എന്താണ്? സ്പെസിഫൈ ചെയ്തൊരു ഡേറ്റ് പറഞ്ഞിട്ടില്ല. സ്പെസിഫൈ ചെയ്തൊരു ഡേറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഓൺ ചേർക്കും. എന്നാൽ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഒക്ടോബറിലെ ഏതോ ഒരു ദിവസം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒക്ടോബർ മൊത്തത്തിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ അവിടെ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഓപ്ഷൻ സി ആണ് യൂസ് ചെയ്യുന്നത്, ഇൻ വരും. ദ പ്രൈസ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ഗോയിങ് അപ്പ് ഇൻ ഒക്ടോബർ എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജി വാസ് എ ഹംബിൾ മാൻ നോൺ ഫോർ ഹിസ് ഡാഷ്. എന്താണ്? ഗാന്ധിജിയുടെ ദയാലുവായ ആ ഒരു സ്വഭാവം എന്താണ്? ആദരവ്, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എന്ത് പറയും? എല്ലാം അനുസരിക്കുന്ന ആ ഒരു സ്വഭാവം, അതിനെ നമ്മൾ എന്ത് പറയും? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. എന്താണ്? മോഡസ്റ്റി ആണ്. ഗാന്ധിജി വാസ് എ ഹംബിൾ മാൻ നോൺ ഫോർ ഹിസ് മോഡസ്റ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ റോങ്ലി സ്പെൽറ്റ് വേർഡ്. തന്നിട്ടുള്ളതിൽ റോങ്ലി സ്പെൽറ്റ് വേർഡ് ഏതാണ്? നോക്കുക, ഡെക്കാമീറ്റർ, ഹെക്ടോമീറ്റർ, മില്ലിമീറ്റർ, ടൺ. അപ്പൊ നിങ്ങൾ ടണ്ണ്, അപ്പൊ അതിനകത്ത് നിങ്ങൾ ഏത് പറയും? ആൻസർ ഓപ്ഷൻ സി ആണ്. കാരണം മില്ലിമീറ്ററിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുമ്പോൾ MILLIMETER ആണ് വരുന്നത്. METER ആണ് റൈറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, MILLIML ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊന്ന് എഴുതി കാണിച്ചു തരാം. എന്താണ് വരുന്നത്? മില്ലി, MILL, then I, then METER,
ആണ് വരുന്നത്. TER. ഓക്കെ, മില്ലിമീറ്റർ. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഹൂ കാനോട്ട് ഡൈ. ഒരിക്കലും മരിക്കാത്ത ആളെ നമ്മൾ എന്ത് വിളിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്ത്? ഇമ്മോർട്ടൽ എന്നാണ് വിളിക്കുന്നത്. വൺ ഹൂ കാനോട്ട് ഡൈ എന്ത് വിളിക്കും? ഇമ്മോർട്ടൽ ആണ്. അങ്ങനെ 25 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. 25 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു രീതിയിലുള്ള പഠന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുക. എന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വരുത്താനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് മോക്ക് ടെസ്റ്റ്, മലയാളം മോക്ക് ടെസ്റ്റ് പ്ലേലിസ്റ്റ് നോക്കി ഇതുവരെ കംപ്ലീറ്റ് ആക്കാത്ത എല്ലാ വീഡിയോസും കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. മറക്കണ്ട, പുഷ് യുവർ സെൽഫ് ബിക്കോസ് നോ വൺ എൽസ് ഈസ് ഗോയിങ് ടു ഡു ഇറ്റ് ഫോർ യു. നമ്മൾ സ്വന്തമായിട്ട് പുഷ് ചെയ്താലേ പറ്റത്തുള്ളൂ. നമുക്ക് വേണ്ടിയിട്ട് ആരും ചെയ്തു തരത്തില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.